എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു നീളമുള്ള ബോട്ടിലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ബോട്ടിലെല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പല ലെയറുകളായിട്ടാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ കളറും അപ്ലൈ ചെയ്യേണ്ട പോർഷൻ ഞാൻ പെൻസിൽ വെച്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കുകയാണ്. ഇതിനകത്ത് വലുതോ ചെറുതൊന്നും നോക്കണ്ട, അത്യാവശ്യം ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങ് വരച്ചു പോവുക. ഇങ്ങനെ ഒരു ഡിസൈൻ ആർക്കും വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ താഴേക്ക് കുറേ എണ്ണം വരച്ചെടുക്കുകയാണ്. പല കളറുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ പോർഷൻ ഞാനൊരു യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതിനുള്ളിൽ തന്നെ വെച്ചുകൊണ്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ളതിനെ തൽക്കാലം ഉടനെ കളർ ചെയ്യുന്നില്ല, കാരണം ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരികു തമ്മിലങ്ങ് മിക്സായി പോരാന്ന് കരുതിയിട്ടാണ്. ഇത് നമുക്ക് അതിന് തൊട്ട് താഴേക്കുള്ളതിന് തൽക്കാലം ഇപ്പോൾ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ റെഡ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ട് താഴെയുള്ളത് വിട്ടിട്ട് ലാസ്റ്റ് പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഫ്ലഷ് ടിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഓറഞ്ച് അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാണ്. ഇതിപ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കളറുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നോർമൽ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഞാൻ വരയ്ക്കുന്നത്. പഴയ ഒരു സ്കെച്ച് പെൻ അക്രിലിക് കളറിനകത്ത് നോക്കി വരച്ചെടുക്കുകയാണ്. ഈ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കുറേ കൂടെ കെയർ കൊടുക്കേണ്ടി വരും. സ്കെച്ച് പെൻ ആകുമ്പോഴത്തേക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ആ രണ്ട് കളറുകളുടെ ഇടയിൽ കൂടി തന്നെ അങ്ങ് വരച്ചെടുത്താൽ മതി. പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കൂട്ട് വാർണിഷും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ബോട്ടിൽ റെഡി ആയിരിക്കും. വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തന്നാൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.